നമസ്കാരം. നമ്മുടെ തുറമുഖത്തെ ബാധിക്കുന്ന വിധത്തിൽ ഗൾഫ് യുദ്ധം വീണ്ടും സങ്കീർണമാകുന്നു. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഈ പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് 923 കപ്പലാണ്. 923ാമത്തെ കപ്പൽ MSC നെല പ്രവേശിച്ചു. നമുക്കിവിടെ വരുന്ന ഓരോ കപ്പലും, ഇവിടുന്ന് പോകുന്ന ഓരോ കപ്പലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പലപ്പോഴും ട്രാക്ക് ചെയ്യാറുണ്ട്. പറയുന്ന പോർട്ടുകളിലോട്ട് എത്തുന്നുണ്ടോ, എപ്പോൾ എത്തുന്നു, നമ്മുടെ ഇവിടെ പറഞ്ഞ സമയത്ത് തന്നെ എത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഇന്നലെ MSC ശ്രീനിക, നമ്മുടെ ഏകദേശം ഒരു ഇന്ത്യൻ പേര് പോലെ തോന്നുന്നു, MSC ശ്രീനിക 5 ഇന്നലെ എവിടെ നിന്ന് പുറപ്പെട്ടു? ഖോർഫക്കാനിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ കുറെ നാളായിട്ട് ഗൾഫിനകത്തൊരു പോർട്ടിലോട്ടും പോകുന്നില്ല. സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്ന ദുബായ് ഇല്ല, അബുദാബി ഇല്ല, അൽജുബൈലില്ല. പിന്നെ ഇപ്പൊ പോകുന്നത് ഖോർഫക്കാൻ ഫുജേറയാണ്. UAE-യിലോട്ടും അല്ലെങ്കിൽ ഗൾഫിലോട്ട് പോകേണ്ട കാർഗോ ഇപ്പൊ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഖോർഫക്കാനിലോട്ട് പോകുന്നതും അവിടെ എത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഇന്നലെ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് 23/4/26 ഇവിടെ നിന്ന് മേരി ലെസ്ലി, MSC മേരി ലെസ്ലി എന്നൊരു കപ്പൽ ഖോർഫക്കാനിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മേരി ലെസ്ലി അവിടെ എത്തുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് യാത്ര തിരിച്ചുവിട്ടു. ഖോർഫക്കാനിലോട്ട് പോകുന്നില്ല. ഇപ്പോൾ നോക്കുമ്പോൾ മേരി ലെസ്ലി നമ്മുടെ JNPT-യിലാണ്, മുംബൈയിലാണ്. ഇപ്പൊ ഖോർഫക്കാനിലോട്ട് പോകുന്ന കപ്പലുകൾ അവിടെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വലിയ സംശയമാണ്. ഹോർമോസ് കടക്കണ്ട, ഖോർഫക്കാനിലെ ഫുജറയിലും എത്താൻ ഹോർമോസ് കടക്കണ്ട. എന്നാൽ പോലും അവ രണ്ടും, ഈ പറയുന്ന ഫുജേറയായാലും ഖോർഫക്കാനായാലും പഴയതുപോലെ സുഗമമായി പോയി വരാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ അവിടെ കാര്യങ്ങൾ സങ്കീർണമായിരിക്കുന്നു. എന്താണ് പുതിയ തന്ത്രമെന്നറിയാമോ? GPS jamming has intensified around Fujairah and Khorfakkan. AS visibility has deteriorated sharply. നമ്മൾ ഈ AS വെച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ എവിടെയുണ്ട് എന്നൊക്കെ നമ്മൾ മാപ്പിൽ കണ്ടുപിടിക്കുന്നത്. അതിന്റെ വിസിബിലിറ്റി കുറയുന്നു. GPS ജാമിംഗ് നടത്തുന്നു. ചെയ്യുന്നത് ആരാന്നറിയാമല്ലോ, ഞാൻ ഇനി പേരെടുത്ത് പറയുന്നില്ല. എന്തായാലും ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ നിന്ന് പോകുന്ന ഒരു കപ്പൽ ഖോർഫക്കാനിലായാലും ഫുജേറയിലായാലും തൽക്കാലം അവിടെയെങ്കിലും കാർഗോ ഇറക്കി അവിടെ നിന്നുള്ള കാർഗോ കയറ്റി തിരിച്ചു വന്നാലാണ് നമ്മുടെ ഇവിടുത്തെ ബർത്ത് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു മാസം 60 കപ്പൽ, 55, 60 കപ്പൽ, 65 കപ്പൽ ഒക്കെ കണക്കാക്കിയിരിക്കുമ്പോൾ ഇത്തരം യാത്രകളും അവയുടെ തിരിച്ചുവരവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ജാമിംഗ് പോലുള്ള വിഷയത്തിനപ്പുറം സങ്കീർണമാണ് ഇപ്പോഴത്തെ ഹോർമോസ്, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ അതിനേക്കാൾ സങ്കീർണമാണ്. ഹോർമോസിന് ചുറ്റും പുതിയ ഒരു അതിർത്തി രേഖ നിലവിൽ വന്നതുപോലെയാണ്. ഓൺ May 4th ദി IRGC എന്ന് പറയുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്, IRGC published an expanded maritime control zone explicitly covering ഉമൽഖ്വൈൻ. ഉമൽഖ്വൈനൊക്കെ നമുക്ക് പരിചയമുള്ള എമിറേറ്റ് ആണ്, UAE-യിലെ റാസൽ കൈമ, എമിറേറ്റ്, അജ്മാൻ, ഫുജൈറ. ഇപ്പോ ഉമൽഖ്വൈൻ വരെ ഇറാന്റെ പരിധിയാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് അവരൊരു റെഡ് ബൗണ്ടറി, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, റെഡ് ബൗണ്ടറി അവർ നിശ്ചയിച്ചു. റെഡ് ബൗണ്ടറി ഷോയിങ് അപ്രോക്സിമേറ്റ്ലി ബോർഡർ ഓഫ് ഇറാനിയൻ ഡിക്ലെയർഡ് പ്രൊഹിബിറ്റഡ് ഏരിയ. അങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവർ മാർക്ക് ചെയ്തിരിക്കുകയാണ്, ചുവന്ന വര വെച്ചിട്ട് അവർ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രദേശത്ത് മറ്റ് കപ്പലുകൾ കിടക്കാൻ പാടില്ല. അതിനകത്ത് ഖോർഫക്കാൻ അകത്തുൾപ്പെട്ടിരിക്കുകയാണ്. ആ ചുവന്ന വരയ്ക്ക് അകത്താണ് ഖോർഫക്കാൻ, ഫുജേറ പുറത്താണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് പോയ MSC മേരി ലെസ്ലി ഖോർഫക്കാനിലോട്ട് പോയില്ല എന്നുള്ളതിന് ഒരു കാരണം ഇതായിരിക്കാം. തീർത്ത് പറയാറായിട്ടില്ല. ഒരു കാരണം ഇതായിരിക്കാം, അവിടെ പോയാൽ
ഇറാന്റെ പുതിയ നിയമം മെയ് 4 നിലവിൽ വന്നതാണ്. ചിലപ്പോൾ ആ നിയമം ബാധകമായാൽ, നിയമമല്ല അവരുടെ നിലപാട് ബാധകമായാൽ MSC കോർഫക്കാനിൽ, MSCയുടെ ഈ കപ്പൽ കോർഫക്കാനിൽ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോഴാണ് തൊട്ടു പുറകെ ശ്രീനിക 5 എന്ന് പറയുന്ന കപ്പൽ പോകുന്നത്. നമുക്ക് ട്രാക്ക് ചെയ്യാം, അവിടെ എത്തുമോ എന്നുള്ളത് നോക്കണം. ഈ പുതിയ ബൗണ്ടറി നിശ്ചയിച്ച കൂട്ടത്തിൽ ഒരു പിങ്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിങ്ക് വരെ പറയുന്നത് ഇറാനിയൻ മാൻഡേറ്റഡ് ഷിപ്പിംഗ് ചാനൽ, ഇറാൻ അനുവദിച്ചിരിക്കുന്ന, ഇറാന്റെ സമ്മതത്തോടു കൂടി കടന്നു പോകാവുന്ന ഒരു കപ്പൽ പാത. അപ്പൊ ഇറാന്റെ സമ്മതം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പുതിയ ടോളൊക്കെ നിലവിൽ വന്നതായിട്ടാണ് അവരങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് അംഗീകരിക്കുന്ന കപ്പലുകളെ, അല്ലെങ്കിൽ ഇറാന് വേണ്ടപ്പെട്ട കപ്പലുകൾ കടന്നു പോകേണ്ടത് ഏതാണെന്ന് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദി എക്സ്റ്റെൻഡ് ഗ്രീൻ ഓഫ് ഒമാനി ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈലാണ്. എല്ലാ രാജ്യങ്ങളുടെയും നമ്മുടെ തിര വന്ന് അടിച്ചു നിൽക്കുന്ന തീരത്ത് അവിടെ നിന്ന് 12 നോട്ടിക്കൽ മൈലാണ് ഈ സ്വതന്ത്ര അധികാരമുള്ള കേരള സ്റ്റേറ്റിനും അധികാരമുണ്ട് ഈ 12 നോട്ടിക്കൽ മൈൽ. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അധികാരമുള്ള കോണ്ടിഗ്വസ് സോൺ എന്ന് പറയുന്ന വീണ്ടും 12 നോട്ടിക്കൽ മൈലുണ്ട്. അപ്പൊ മൊത്തം 24 നോട്ടിക്കൽ മൈലിനകത്ത് ഇന്ത്യ ഗവൺമെന്റിനും നിയമപരമായി അധികാരമുണ്ട്. പിന്നെയുള്ളത് 200 നോട്ടിക്കൽ മൈൽ. 200 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് അതാത് രാജ്യങ്ങൾക്ക് സീ ബെഡില് പര്യവേക്ഷണം നടത്താനും കടലിലെ പ്രവർത്തനങ്ങൾ നടത്താനും ഇപ്പൊ കാറ്റാടിപ്പാടം വയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള അധികാരം നൽകുന്നതാണ് 200 നോട്ടിക്കൽ മൈൽ. അപ്പൊ ഇവിടെ ഒരു പച്ച വര വെച്ച് ഒമാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്നത്, അപ്പൊ 12 നോട്ടിക്കൽ മൈൽ ഒമാനെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ 3 നിയന്ത്രണ രേഖകൾ ഹോർമോസിന് ചുറ്റും ആദ്യമായിട്ട് വന്നതാണ്. നമ്മൾ ഈ കപ്പൽ ട്രാക്ക് ചെയ്യുമ്പോൾ, മേരി ലെസ്ലിയെയും ശ്രീനികയെയും ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ അറിവ്. അങ്ങനെയുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ നമ്മുടെ കയറ്റിറക്കുമതിയെ, നമ്മുടെ കാർഗോ മൂവ്മെന്റിനെ, കപ്പലുകളുടെ വരവിനെ സാരമായി ബാധിക്കും. വിഷയങ്ങളുടെ എണ്ണ കൂടുതൽ കാരണം എപ്പോഴും ഈ ട്രാക്കത്തോൺ കൊടുക്കാൻ പറ്റുന്നില്ല. കുറെ അധികം കണ്ടെയ്നറുകൾ ഇപ്പോൾ കുടിശ്ശികയിരിക്കുകയാണ്. ഏകദേശം 613 കണ്ടെയ്നറുകൾ ട്രാക്ക് ചെയ്തു നമ്മൾ. 613ാമത്തതാണ് ഇന്ന് പറയുന്നത്. വിപിൻ ബാംഗ്ലൂരിൽ നിന്ന് അയച്ചതാണ്. ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ ലേ ഹാവ്രെ, ഫ്രാൻസിലെ പോർട്ടാണ് ലേ ഹാവ്രെ. ലേ ഹാവ്രയിൽ നിന്ന് നേരെ പോകുന്നത്, ഇവിടെ വരെ ബാംഗ്ലൂർ വരേണ്ടതാണ്, ലേ ഹാവ്രയിൽ നിന്ന് നേരെ പോകുന്നത് സൗത്ത് ആഫ്രിക്ക ചുറ്റി പോർട്ട് ക്ലാങ്, മലേഷ്യയിലെ പോർട്ട് ക്ലാങ് എന്ന് പറയുന്ന പോർട്ടിലോട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്നു. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ. 67 ദിവസമാണ് എടുത്തത്. 67 ദിവസം. നമ്മുടെ ഇവിടുന്ന് TRV സീനസിലോട്ട് പോയിട്ടുണ്ട്. MSC ലീൻ എന്നാണോ ലിയാന എന്നാണോ, ഇവിടെ നിന്ന് സീനസിലോട്ട് പോയിട്ടുണ്ട്. പോർച്ചുഗലിലെ സീനസിൽ നിന്ന് ഏകദേശം 992 നോട്ടിക്കൽ മൈലാണ് ലേ ഹാവ്രെ. അപ്പൊ സീനസ് എന്ന് പറയുന്നത് 23 ദിവസം കൊണ്ടെത്തും. മറ്റത് കണക്കൂട്ടി എടുക്കുമ്പോൾ 25-25 ദിവസം കൊണ്ട് നമ്മുടെ TRV പോവുകയാണെങ്കിൽ നേരിട്ട് ലേ ഹാവ്രയിൽ 25 ദിവസം 25 ദിവസം കൊണ്ട് എത്താവുന്ന. ഇപ്പോ ഈ കപ്പൽ ഇപ്പോൾ ഓടുന്നത് 18.5 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ്. അത് വെച്ച് കണക്കാക്കുമ്പോൾ 25 ദിവസം കൊണ്ട് ലേ ഹാവ്രയിൽ എത്താമെങ്കിൽ ഇവിടെ 67 ദിവസം എടുക്കുന്നു. ഗേറ്റ് തുറക്കരുത്. ഇനി ഒരു ചെറിയ മത്സരമാണ്. കുറെ ദിവസമായി നമ്മള് ഡയറക്റ്റ് മത്സരം, ട്രാക്കത്തോൺ മത്സരമാണെങ്കിലും അല്ലാതുള്ളൊരു മത്സരം നടത്തിയിട്ട് കുറച്ച് ദിവസമായി. ഈ ആഴ്ച നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആഴ്ചയാണ്. 3-4 ദിവസം കഴിയുമ്പോൾ ഒരു വലിയ മൈൽ സ്റ്റോൺ നമ്മൾ പിന്നിടും. ഒരു വലിയ മൈൽ സ്റ്റോൺ നമ്മൾ പിന്നിടും. എന്താണ് ആ മൈൽ സ്റ്റോൺ? എങ്ങനെയാണ് ആ മൈൽ സ്റ്റോൺ പിന്നിടുന്നത്? ചോദ്യം 2 ഉണ്ട്. എന്താണ് ആ മൈൽ സ്റ്റോൺ? എങ്ങനെയാണ് ആ മൈൽ സ്റ്റോൺ പിന്നിടുന്നത്?